ഫ്രണ്ട്സ് വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും, ഡിസംബർ മാസത്തെ എക്സാമിനേഷൻ പ്രോഗ്രാമിൻ്റെ ഒരു ഇത് കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ 10th പ്രിലിംസിനെ സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ ഡേറ്റ്സും വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. അതിനു മുൻപ് കുറേയധികം പരീക്ഷകളുടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാത് പരീക്ഷകളുടെ കൃത്യമായിട്ട് എല്ലാവരും നോക്കി വെച്ചേക്കുക കേട്ടോ. ഡിസംബർ മാസത്തെ മുഴുവനായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതിൽ സയന്റിഫിക് ഓഫീസർ, ഡയറക്ടർ റിക്രൂട്ട്മെന്റ് അതൊക്കെയുണ്ട്, തിയേറ്റർ അസിസ്റ്റന്റ്, അതുപോലെ എൽ ജി എസിന്റെയും ജസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോടിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അതുപോലെയുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ, ഓഫീസ് അറ്റൻഡന്റ്, അങ്ങനെയുള്ള കുറേയധികം ഇതിന്റെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ 10th പ്രിലിംസ് നമ്മൾ പറഞ്ഞത് ഇവിടെയാണുള്ളത്. സ്റ്റോർ കീപ്പർ, ഡയറക്ട് റിക്രൂട്ട്മെന്റ്, കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് സ്റ്റേറ്റ് വൈഡ് ആണ് എക്സാം. അപ്പോൾ എക്സാമിനേഷൻ ഡേറ്റ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് 28/12/2024 സാറ്റർഡേ ആണ്. പക്ഷേ പ്രിലിമിനറി എക്സാമിനേഷൻ അവർ പറഞ്ഞിട്ടുണ്ട് വിൽ ബി കണ്ടക്ടഡ് ഓൺ മൾട്ടിപ്പിൾ സ്റ്റേജസ് എന്നുള്ളത്. നമ്പർ ഓഫ് സ്റ്റേജസ്, ഡേറ്റ്സ് ഓഫ് എക്സാമിനേഷൻ ആൻഡ് ദ ഡേറ്റ് ഫ്രം വിച്ച് അഡ്മിഷൻ ടിക്കറ്റ് ക്യാൻ ബി ഡൗൺലോഡഡ് വിൽ ബി ഡിക്ലെയർഡ് ആഫ്റ്റർ ദ ഫൈനൽ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ. അപ്പോൾ ഫൈനൽ ഡേറ്റ് ഓഫ് കൺഫർമേഷന് ശേഷം മാത്രമേ എത്ര സ്റ്റേജസ് ആയിട്ട് ഉണ്ടാകും പ്രിലിമിനറി എക്സാമിനേഷൻ എന്നുള്ളതും, അതിൻ്റെ എത്ര സ്റ്റേജസ് ഉണ്ടാകും എന്ന് മാത്രമല്ല, അത് അതിൻ്റെ ഡേറ്റുകളും മറ്റുള്ള അഡ്മിഷൻ ടിക്കറ്റ് എന്ന് തൊട്ടാണ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതൊക്കെ പറയുക എന്നുള്ളത് ഒരു പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. 10th പ്രിലിംസിന്റെ നമ്മൾ പറഞ്ഞ ആ 5 എണ്ണത്തിനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. പിന്നെ കൺഫർമേഷൻ ഡേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ് 22/9/2024 മുതൽ 11/10/2024 വരെ, അതായത് ഒക്ടോബർ 11 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് കൺഫർമേഷൻ നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ. സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ളതാണ് സ്റ്റോർ കീപ്പറിന്റെ. പിന്നെ നമ്മൾ പറഞ്ഞത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള സ്റ്റോർ കീപ്പർ തന്നെയാണ്. സ്റ്റേറ്റ് വൈഡ് ആണത്. അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അഡ്മിഷൻ ടിക്കറ്റിന്റെ കാര്യമൊക്കെ എപ്പോഴാണെന്നുള്ളത് ഫൈനൽ ഡേറ്റ് ഓഫ് കൺഫർമേഷന് ശേഷമായിരിക്കും. അതുപോലെ അസിസ്റ്റന്റ് ടൈം കീപ്പർ, പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് തിരുവനന്തപുരം, അതിന്റെയും സെയിം കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. പിന്നെ അസിസ്റ്റന്റ് ടൈം കീപ്പർ എറണാകുളം, അതിന്റെയും സെയിം കാര്യങ്ങൾ, എറണാകുളം, പാലക്കാട്, അതുപോലെ തന്നെ കണ്ണൂർ, അതുപോലെ ലബോറട്ടറി അസിസ്റ്റന്റിന്റെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, ഇതൊക്കെ സെയിം ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഓഫീസ് അറ്റൻഡന്റ് ആണ്, ഡയറക്ടർ റിക്രൂട്ട്മെന്റ്, ഗവൺമെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, സെക്രട്ടേറിയറ്റിലേക്കുള്ള ഓഫീസ് അറ്റൻഡന്റ് ആണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻസ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളിലേക്കുള്ളത് സ്റ്റേറ്റ് വൈഡ് ആണ്. അതിന്റെ കാര്യത്തിലും സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഒന്ന് ജസ്റ്റ് എല്ലാവരും അതായത് എക്സാമുകൾ എഴുതുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. 28/12/2024 സാറ്റർഡേ എന്നുള്ളതാണ് എക്സാമിനേഷൻ ഡേറ്റ്. പക്ഷേ അത് എത്ര സ്റ്റേജസിലാണ്, ഇപ്പോൾ നമുക്ക് ഓരോ ഫേസസിലായിട്ടായിരിക്കുമല്ലോ, ഇപ്പോൾ സ്റ്റേജ് 1, സ്റ്റേജ് 2, അങ്ങനെ നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രിലിമിനറി എക്സാം ഒന്നാണല്ലോ. അപ്പോൾ അത് പിന്നീടായിരിക്കും പറയാം. അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് മാറുമായിരിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് പറയാനാട്ടോ ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. താങ്ക് യു.